ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ്. ഷഫീന ബീവിയുടെ കുത്തിത്തിരിപ്പുകളും ഗുണവധികാരങ്ങളും വീഡിയോ രൂപേണ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലായിടത്തും വൈറലായത് കാരണം കാണുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി വ്ളോഗ്സ് ഷഫീന ബീവിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും, എല്ലാവരും അല്ല, ഷഫീന ബീവിയെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവളുടെ വസ്ത്രം അങ്ങനെ ആയതിനെ കൊണ്ടാണ് ഷഫീന ബീവി പ്രതികരിച്ചത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളൊക്കെ വന്ന് ചോദിക്കും, ഇവൻ എന്തിൻ്റെ കേടാണ്, ഇവൻ എന്തിനാണ് ഷഫീന ബീവിക്കെതിരെ കേസ് കൊടുക്കുന്നത്, അവർ ഓൺലൈൻ വന്നിരുന്ന അവരുടെ അഭിപ്രായങ്ങളല്ലേ പറഞ്ഞത്, ഇവിടെ ഒരാൾക്ക് തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷഫീന ബീവിയുടെ ആരാധകരായിട്ടുള്ള ഒരുപാട് പേർ മുന്നോട്ട് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞു തരാം. എല്ലാവർക്കും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലുള്ള ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പങ്കുവെക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യം എല്ലാം ഈ രാജ്യം അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ തേജോവധം ചെയ്യാൻ ആവരുത്. തേജോവധം ചെയ്യാൻ മാത്രമല്ല, മറ്റൊരാൾക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ ആഹ്വാനം ചെയ്യുക, സ്ലട്ട് ഷെയിം ചെയ്യുക, റേപ്പ് പ്രൊമോട്ട് ചെയ്യുക, പീഡനത്തിനെ വരെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഒരു ഒഫൻസാണ്. സോ അതിനൊക്കെതിരെയാണ് ഈ ഡ്രസ്സിങ്ങിനെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ അതൊക്കെ റേപ്പിനെ വരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവൾ ഡ്രസ്സ് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ കയറി പിടിച്ചോളൂ, അവൾ അങ്ങനെ ധരിക്കുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, പിടിച്ചോളൂ അവൾ അത് വസ്ത്രധാരണം കാരണം വരുന്ന അപകടങ്ങൾ ഉദ്ദേശിച്ച് റേപ്പ് പോലുള്ള പ്രശ്നങ്ങൾ അവൾ നേരിടുകയാണെങ്കിൽ അവൾ അത് അനുഭവിക്കാൻ അർഹയാണെന്ന് വരെ പറഞ്ഞ് റേപ്പിനെ വരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കുറ്റകരമായ ഒഫൻസാണ്. അപ്പോൾ അതിനെതിരെയാണ് ഉണ്ണി വ്ളോഗ്സ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും കേസ് കൊടുത്തിരിക്കുന്നതും. ഈ ഒരു കേസ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം കൊല്ലും കൊലയും ഇതിനപ്പുറത്തെ ഭീകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തിട്ട് പുല്ലുപോലെ ഇറങ്ങി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു കേസ് കൊണ്ടൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ മേ ബി ഒരുപാട് പരാതികൾ ഇങ്ങനെ ഇവർക്കെതിരെ വരികയാണെങ്കിൽ, നേരിട്ട് പരാതി കൊടുക്കുകയാണെങ്കിലോ ഫോളോ അപ്പുകൾ നടത്തുകയാണെങ്കിലോ മേ ബി ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇവർ ഈ ഇമാതിരിയുള്ള വിഷം തുപ്പലുകൾ ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല, വളരെ വിരളമാണ്. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. ദയയ്ക്ക് ഇതിനോടനുബന്ധിച്ച് കേസ് ഇതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, എനർജി കളയാൻ താല്പര്യമില്ല, ഇതുപോലെയുള്ള ശാന്തിനികൾക്ക് ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ദയയുടെ ചാനലിനകത്തുണ്ട്, അത് പോയി കാണാവുന്നതാണ്. ദയയും കൂടെ പരാതി കൊടുത്തിരുന്നെങ്കിൽ ബീവിക്ക് നല്ല 8ന്റെ കൊട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഐ ഹോപ്പ് ദയ മുന്നോട്ട് വന്ന് കേസ് കൊടുക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഉണ്ണി വ്ളോഗ്സ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഫുൾ ഡീറ്റെയിൽസ്, ഇവരെന്തിന് കേസ് കൊടുത്തു, എന്തുകൊണ്ട് കേസ് കൊടുത്തു, എങ്ങനെയാണ് കേസ് കൊടുത്തത്, കേസ് കൊടുക്കേണ്ട വിധവും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവർക്കെതിരെ ഓൺലൈനിൽ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ റേപ്പ് വരെ പ്രൊമോട്ട് ചെയ്യുന്ന ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എങ്ങനെ ചെയ്യണമെന്നുള്ള എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ അവർ അവഹേളിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചിന്തകൾ, ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കാമോ, ഇതിനെതിരെ റിയാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിനെതിരെ റിയാക്ട് ചെയ്യാന്ന് പറയുന്നത് വീഡിയോയിൽ റിയാക്ട് ചെയ്താൽ മാത്രം പോരാ, ഇത് ആക്ച്വലി ഒരു സാമൂഹ്യ പ്രശ്നമാണ്, സാമൂഹ്യ ദ്രോഹമാണ് ഒരു സൈഡിൽ അവർ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. ആ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ രീതിയിൽ റിയാക്ട് ചെയ്യാൻ നിങ്ങളെ കൂടി പ്രേരിപ്പിക്കുക, അറിയാത്ത ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതെങ്ങനെയാണ് സാമൂഹ്യ ദ്രോഹമാകും എന്ന് നിങ്ങൾ ഷഫീന ബീവി ഫാൻസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാം. ഇതെങ്ങനെയാണ് ആ ദ്രോഹമാകുന്നത്, സമൂഹത്തിൽ എല്ലാവരും നല്ലപോലെ വസ്ത്രം ധരിച്ച് നടക്കാനല്ലേ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ദയയുടെ വസ്ത്രദാനത്തിനെ പറ്റി ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതിനൊരു മാന്യമായ രീതിയിൽ ഇവർക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞത് പെൺകുട്ടികളുടെ വസ്ത്രധാരണം കാരണമാണ് ഇവിടെ റേപ്പ് നടക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ കയറി പിടിക്കുന്ന, ആണുങ്ങൾ കയറി ബസ്സിലും മറ്റ് സ്ഥലങ്ങളിലും വെച്ച് കയറി പിടിക്കുന്നത്. അസമയത്ത് രാത്രി പെൺകുട്ടികൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അസമയത്ത് പെൺകുട്ടികൾ അവൾ എന്തിനിറങ്ങി നടന്നു, അതുകൊണ്ടല്ലേ അവൻ കയറി പിടിച്ചത് എന്ന് പറഞ്ഞ് റേപ്പ് ചെയ്യുന്നവരെ ന്യായീകരിക്കുന്നവരുള്ള ഈ സമൂഹത്തിലാണ് ഷഫീന ബി പറഞ്ഞത് ഇവളുടെ വസ്ത്രധാരണം കാരണം അവളെ കയറി പിടിക്കാനും അവൾക്ക് വരുന്ന അങ്ങനെ ഒരു ദുരനുഭവം സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തത്. അതിനെയാണ് എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് എതിർത്തുകൊണ്ട് വന്നിരുന്നു. നീ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഇത്ര രോഷാകുലനാവുന്നതെന്ന്. അവർ വസ്ത്രധാരണത്തിനെ പറ്റി അഭിപ്രായം പറഞ്ഞതല്ല എന്നെയും ചൊടിപ്പിച്ചത്. അവർ ഇങ്ങനെ റേപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അവളുടെ വസ്ത്രധാരണം കാരണം അവൾ റേപ്പ് ചെയ്യപ്പെടാൻ അർഹയാണ് എന്ന് പറഞ്ഞതിനെയാണ് നമുക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ദയയുടെ വസ്ത്രധാരണത്തിനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ എല്ലാവരും അതുപോലെ നടക്കണം, അങ്ങനെ ഒരു ചിന്താഗതിയും കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആരും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ വിഷയത്തിനെ കാണുന്നില്ല. ആരും എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ബി ഫാൻസിനെ പറ്റിയാണ്. പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ ഇറങ്ങി നടക്കാനോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ ലൈക്ക് മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പോലെ എക്സ്പോസിങ് ആയിട്ട് ഇട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പോകണം എന്നൊന്നുമല്ല നമ്മളാരും പറയുന്നത്. അവർക്ക് താല്പര്യമുള്ള ഏതൊരു വസ്ത്രം ഇട്ടും അവർക്ക് സേഫായിട്ട് ഈ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ബി വി പോലുള്ളവർ പറഞ്ഞു വെക്കുന്നത് പെൺകുട്ടികളുടെ വസ്ത്രധാരണം കാരണം
റേപ്പ് ചെയ്യപ്പെടാൻ അർഹയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനെയാണ് ഈ അങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആണുങ്ങളുള്ള ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ചിന്താഗതികളെ വാലിഡേറ്റ് ചെയ്യുന്ന ബീവിയുടെ പ്രസ്താവനകളെയാണ് നമ്മൾ എതിർക്കുന്നത്. അതിനെതിരെയാണ് ഇവരും കേസ് കൊടുത്തിട്ടുള്ളത്. ഷഫീന ബീവി എന്ന പേരുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ദയാ സുജിത്തിനെ കുറിച്ച് വന്ന വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെ കുറേ ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഈ വീഡിയോ കാണുക എന്ന് പറയുന്നത് നമ്മളെ മാനസികമായി വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആ വീഡിയോ പ്ലേ ചെയ്തു ഒരു പോയിന്റിനപ്പുറത്തേക്ക് എനിക്കത് കാണാൻ പറ്റിയില്ല. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അത് അവിടെ നിർത്തി മാറ്റി വെക്കുകയുണ്ടായി. പക്ഷേ ഉണ്ണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരുപാട് സ്ത്രീകളെ മാനസികമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവർ ഓരോരുത്തരും അയച്ച മെസ്സേജുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഡീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടി വന്ന സ്ത്രീകൾ നമ്മളൊക്കെ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സമൂഹത്തിലുള്ള ഇത്തരം വ്യക്തികളെ ഡീൽ ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ് ഇവരുടെ ആരാധകരായിട്ട് മുന്നോട്ട് വരുന്നത്. അവരുടെ വസ്ത്രദാനത്തിന് കുറ്റം പറഞ്ഞും ഒക്കെ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. പുരുഷന്മാർ മുന്നോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കുക ഇവന്മാർക്ക് ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമങ്ങളോ പീഡനങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നേരിടേണ്ട സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ നേരിട്ടിട്ടുള്ള വളരെ ചുരുക്കം ആണുങ്ങൾ ഉണ്ടാവാം. പക്ഷേ കൂടുതലും സ്ത്രീകൾക്കാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ലൈംഗിക അതിക്രമങ്ങൾ, കയറിപ്പിടിക്കലുകൾ, തോണ്ടലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഫ്രം വെരി ചൈൽഡ്ഹുഡ് തൊട്ട് ഫാമിലിക്കുള്ളിൽ നിന്നാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും പല സ്ഥലത്തു നിന്ന് നേരിടേണ്ടി വരുന്ന അങ്ങനെ നേരിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഷഫീന ബീവിക്ക് സപ്പോർട്ടായിട്ട് ഈ വീഡിയോയിൽ സപ്പോർട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിൽ ഇവർ പറയുന്ന പോലെ മാന്യമായ വസ്ത്രം ധരിച്ച് എല്ലാം കവർ ചെയ്ത് ഒന്നും പുറത്ത് കാണിക്കാതെ വരെ നടന്നിട്ടും ഇങ്ങനെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയും ഇവരെ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എന്തായാലും അറപ്പും വെറുപ്പും വളരെയധികം ട്രോമ ഉണ്ടാക്കുന്ന തരത്തിലെ ഒരു വീഡിയോ ആണ് ഷഫീന ബീവി പങ്കുവെച്ചത്. ഷഫീന ബീവിയുടെ ആരാധകരായിട്ട് വരുന്ന ഏതൊരു സ്ത്രീക്കും അങ്ങനെ ഒരു അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവരുടെ ഡെഫിനിഷൻ പ്രകാരം മാന്യമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയിട്ടും ഇത് നേരിടേണ്ടി വന്ന ഏതൊരു സ്ത്രീയും ഷഫീന ബീവി എതിർത്തുകൊണ്ട് ആളുകൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഇവരുടെ വീഡിയോസ് കയറി നോക്കിയ സമയത്ത് ഒരു കോൺവെർസേഷന് പോസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും മോശമായ ഭാഷയിൽ തരം താണ രീതിയിലാണ് അവർ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു കോൺവെർസേഷൻ പോസിബിൾ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിനെ നേരിടാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നോക്കിയത്. പോത്തിനോട് വേദം ഓതിയാൽ ചിലപ്പോൾ അത് വേദം പഠിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഷഫീന ബീവിയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മരത്തലയിലേക്ക് എന്തെങ്കിലും കയറുമെന്ന് എനിക്ക് സീറോ ഹോപ്പാണുള്ളത്. പോത്തിന് ചിലപ്പോൾ സംസ്കൃതം പഠിക്കാനും വേദം പഠിക്കാനും ഒക്കെ പറ്റിയെന്ന് വരും. പക്ഷേ ഷഫീന ബീവിക്ക് വകതിരിവ് പറഞ്ഞു കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരെക്കൊണ്ടും പറ്റുമെന്ന് ഇനി യാതൊരു പ്രതീക്ഷയില്ല. അത് നടക്കത്തില്ല. മിഷൻ ഇമ്പോസിബിൾ ഷഫീന ബീവിയും വകതിരിവും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം സൈബർ സെല്ലിൽ നിന്ന് നമ്മൾ പോയി അന്വേഷിച്ച സമയത്ത് നമുക്ക് അവരൊരു ഇമെയിൽ ID തരികയുണ്ടായി. പരാതി സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ബാധിക്കപ്പെട്ടു എന്ന് തോന്നുന്നത് ഇത് നമുക്ക് തോന്നും ദയാ സുജിത്തിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യമല്ലേ, അത് ദയയുടെ പേഴ്സണൽ മാറ്റർ അല്ലേ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അല്ല, ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. റിയലി സോറി, ഞാൻ ഇപ്പോൾ പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി ഏതെങ്കിലും ഒക്കെ ഘട്ടത്തിൽ വെർബലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഒക്കെ നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇനി നിങ്ങൾ തുടർന്ന് കാണരുത്. ഇതിൽ അവർ ഉപയോഗിച്ച കുറച്ച് വാക്കുകൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. ഞാനത് ആ പരാതിയിലും വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ട്. ആ വാക്കുകളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അത് നിങ്ങളെ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പ്ലീസ് ഇവിടെ കൊണ്ട് നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനകത്തൊരു സാമൂഹിക വിഷയമുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഇതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചത്. ദയ ഇതിനെ നിയമപരമായി നേരിടുമോ ഇല്ലയോ എന്നുള്ളത് ദയയുടെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ പറയും നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ നിയമപരമായി നേരിടണം എന്ന് പറയും. തീർച്ചയായും അങ്ങനെയാണ് വേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ നിലവിലുണ്ട്. പക്ഷേ ഒരു വ്യക്തി എനിക്ക് അവർ ദയയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വോമിറ്റ് ചെയ്യാനാണ് തോന്നിയത് ആ വീഡിയോ അവർ ഉപയോഗിച്ച ചില വാക്കുകൾ കേട്ടിട്ട്. അപ്പോൾ ദയയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെങ്ങനെ ഈ വീഡിയോ അവരായിക്കോട്ടെ അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇതിനകത്തേക്ക് വലിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എങ്ങനെ അവർ ഈ വീഡിയോ കണ്ടു തീർക്കും? അവർ മെന്റലി ഓക്കെ ആവുന്ന സമയത്ത് അവർ ഇതിനെ നിയമപരമായി തന്നെ നേരിടട്ടെ. അങ്ങനെ അവർ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയാണ്. ഞാൻ ഇതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചതിന്റെ കാരണങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീയും ഷഫീന ബീവി അംഗീകരിക്കാനോ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇന്നതുകൊണ്ട് ഇവളിങ്ങനെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ല. റേപ്പിന് വരെ ഒരു സാധാരണ അവൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കയറി ചെയ്തു എന്ന് വരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ആൾക്കാരുടെ മനസ്സിലുള്ള അങ്ങനെ ഒരു ചിന്തയെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുള്ള ആളുകൾക്ക് കംപ്ലീറ്റ്ലി ട്രോമറ്റൈസിംഗ് ആണ്. ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പം ഒഫീഷ്യലി കംപ്ലൈന്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. കുറേ ആളുകൾ ചിലപ്പോൾ തോന്നാം നമ്മൾ ഇതിൽ ഒഫീഷ്യലി കംപ്ലൈന്റ് ചെയ്യുന്നത് ദയാ സുജിത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരാണല്ലോ കംപ്ലൈന്റ് ചെയ്തത് ഫോർവേഡ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും കംപ്ലൈന്റ് ചെയ്യണമെന്നാണ്. കാരണം ഇതിപ്പം ഈ ദയാ സുജിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവരാണ് നമുക്ക് പ്രഥമ ദൃഷ്ടി ആലോചിക്കുമ്പോൾ അവരാണല്ലോ ഇതിന് കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ആവേണ്ടത്. പക്ഷേ ഇത് ഒരുപാട് ആളുകളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഒരു ജെൻഡറിന്റെ തന്നെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ജീവിത ശൈലിയെ, മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയൊക്കെ ചോദ്യം ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെ ഏറ്റവും മോശം വാക്ക് ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരു വാലിഡേഷൻ കൊടുക്കുന്ന വീഡിയോ ആണ്. അതായത് നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ എനിക്ക് എന്തും വിളിക്കാം എന്ന് പറയുന്ന ഒരു സാമൂഹിക ചിന്തയെ നമ്മളിവിടെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിയമപരമായുള്ള നമ്മുടെ അവകാശങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വീഡിയോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി നമ്മുടെ നിയമപാലകർക്ക് ശക്തമായി ഫീൽ ചെയ്യണമെങ്കിൽ തുടരെ പരാതികൾ ഉണ്ടാവുന്നതാണ്. അല്ലാതെ ശ്രുതി ഒരു പരാതി അയച്ചു അല്ലെങ്കിൽ ദയ ഒരു പരാതി ആയിട്ട് ഫോർവേഡായി. അപ്പം അങ്ങനത്തെ കുറച്ച് പരാതികൾ പോരാ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി ആളുകളിൽ നിന്ന് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് നിയമപാലകർക്ക് ഇതിലൊരു ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറില്ലേ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് നടപടിയില്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നടപടിയില്ല. അവിടെ നമ്മൾ പരാതികളുമായി ഒരു ഫ്ലഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആക്ച്വലി റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തിനെയും ചോദ്യം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരാതിയായി ഉന്നയിക്കണം. അത് നിയമപരമായി പോലീസുകാരും സൈബർ സെല്ലുകാരും എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. നമ്മൾ പരാതിപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കാര്യം നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾക്ക് ഇത് അത്രയും ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ലൗഡായിട്ട് പറയണം. ഇപ്പോൾ ഞങ്ങളോട് റിയാക്ട് ചെയ്യാൻ പറയുമ്പോൾ ഈ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ട
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഒരു സോഷ്യൽ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ അതിനെ നോക്കിക്കാണുക. പക്ഷേ അത് മാത്രം പോരാ, നടപടികൾ ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അവർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പരമാവധി ആളുകൾ പരാതി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആ പരാതിയുടെ മാതൃക എന്താ പറയുക, നിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു തരണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. എന്തും പറയാം എന്ന് മാത്രമല്ല, എന്തും ചെയ്യാം എന്നുകൂടിയാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. എന്തും വിളിക്കാം എന്നതിൻ്റെ കൂടെ എന്തും ചെയ്യാം. ഇങ്ങനെ ഒരാൾ ഡ്രസ്സ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അവളെ എന്തും ചെയ്യാം എന്നും കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തും ചെയ്യാം എന്നൊരു സ്വാതന്ത്ര്യമുള്ള രീതിയിലാണ് ഇവർ ആ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇത് പരാതി കൊടുക്കാൻ തോന്നുന്ന എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അറപ്പും വെറുപ്പും തോന്നിയ, ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകൾ ഇവർക്കെതിരെ പരാതി കൊടുക്കുക. ഇവരിങ്ങനെ ഈ ചെയ്ത കാര്യങ്ങൾ ഇപ്പം കറക്റ്റായിട്ട് ഇവരെങ്ങനെയാണ് ഉണ്ണിയൊക്കെ എങ്ങനെയാണ് പരാതി കൊടുത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങളും ഒരു ഇമെയിൽ അയക്കുക, പരാതി കൊടുക്കുക. മാക്സിമം പരാതി കൊണ്ട് പോലീസുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുക. ഇവർക്കെതിരെ, ഈ ഷഫീന ബീവിക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പോലീസുകാരെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെയെങ്കിലും അവർ ഒരു നടപടിയെടുത്ത് ഇവരുടെ ഈ വിഷം തുപ്പൽ ഒന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെതിരെ നമ്മളുടെ ഒരു അവകാശം വിനിയോഗിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ സൈബർ സെല്ലിന് പരാതി അയക്കേണ്ട ഇമെയിൽ ഐഡിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യണം. നമ്മളോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഞാൻ ഇന്നൊരു പരാതി അയക്കുന്നു, നാളെ ഞാൻ അവിടെ ഫോൺ വിളിച്ച് അതിൻ്റെ സ്റ്റാറ്റസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ട്രിവാൻഡ്രത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ടും അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. നാളെ തൊട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഫോമാറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയമാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളോട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കാം. എനിക്കിവിടെ ആദ്യം സംസാരിക്കാനുള്ളത്, ഇവർ ഇതിനകത്ത് കുറേ ടേംസ് പറയുന്നുണ്ട്, ഫെമിനിസം അത് ഇത്, നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദയ എന്ന് പറയുന്നത്, ദയയുടെ കൃത്യമായ പ്രായം എനിക്കറിയില്ല, പക്ഷേ അവർ ഒരു കുട്ടിയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താശക്തിയുള്ള, കാഴ്ചപ്പാടുകളുള്ള, സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിലുള്ള എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. അവർ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. അതെ, അപ്പോൾ അവിടെ നമ്മൾ അവരെന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും, നമ്മൾ ഈ മോറൽ പോലീസിംഗ് എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികളുടെ ജീവിതം വഴിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വ്യക്തികൾ ജീവൻ എടുത്തിട്ടുള്ള, സ്വന്തം ജീവൻ എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമാണ് മോറൽ പോലീസിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ ഇവിടെ കാണുന്നതും. ഇവിടെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് ദയയെ മാത്രമല്ല, ദയയുടെ അച്ഛനെയും അമ്മയും കൂടിയാണ്. എനിക്കിതിൽ ഇവർ സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് കാണാൻ ഞാനും കഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ അവർ സംസാരിക്കുമ്പോൾ അവർ ജീവിതത്തിൽ, അതായത് ആദ്യമായി ഒരു ജോലിക്ക് പോയത്, ആദ്യമായി വിദ്യാഭ്യാസം നേടിയത്, ആദ്യമായി വണ്ടി ഓടിച്ചതോ, അങ്ങനെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അങ്ങനെ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ വെല്ലുവിളിച്ച് ഇവർ ഓരോരുത്തരും നേടിയെടുത്ത സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഇസ് ഗുഡ്. പക്ഷേ അന്ന് അവരെ എതിർത്തിരുന്നവർ ആരൊക്കെയാണ്, അവർ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് എനിക്ക് ചെയ്യാൻ ലൈസൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് പ്രശ്നം. കാരണം അവരന്ന് സ്കൂളിൽ വിദ്യാഭ്യാസം ഇത്രയും നല്ല നിലയിൽ നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ജോലിക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ പെണ്ണുങ്ങളൊന്നും പോയിട്ട് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു യാഥാസ്ഥിതിക മനോഭാവത്തിനെ അന്ന് അവർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവരെ പല പേരുകളും, ഇവർ ഈ വീഡിയോയിലിട്ട് വിളിച്ചു പോയി പറഞ്ഞിട്ടുള്ള പല പേരുകളും അവരെയും വിളിച്ചിട്ടുണ്ടാവും. അവരെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ച ഓരോ സ്ത്രീയും അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ആ വിളികൾ ഉന്നയിച്ച ആൾക്കാരുണ്ടല്ലോ, ആ യാഥാസ്ഥിതിക മനോഭാവം, ആ മനോഭാവം വെച്ചിട്ട് ഞങ്ങൾ നേടിയെടുത്തൊരു പുരോഗമനമുണ്ട്. അവിടെ വരെയാണ് ഇതിന്റെ പുരോഗമനം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ അന്ന് വിളിച്ചത് മറ്റേ റാഗിങ്ങിന്റെ ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ സീനിയേഴ്സ് റാഗ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരെ റാഗ് ചെയ്യാനുള്ള അവകാശം നമ്മൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോകുന്നതാണ്. അത് ബാക്കിയുള്ളവരോട് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അനുഭവിച്ച അതേ സ്ട്രഗിൾ ബാക്കിയുള്ളവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വയം ഒന്ന് ചിന്തിക്കുക. തലമുറ മാറുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണവും, ലോകം നമ്മളെ കാണുന്നതും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ സ്വാതന്ത്ര്യം നേടിയ ഇവരുടെ ഒരു പ്രൈം ടൈം ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ, ഞാനതൊരു തമാശയായിട്ടോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, അവർ അത്രയും കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുത്ത ആ ഒരു സമയമുണ്ട്. ദാറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് പുരോഗമനം. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഷഫീന ബീവി തീരുമാനിക്കുന്ന ജോലികൾ മാത്രം, അല്ലെങ്കിൽ ഷഫീന ബീവി തീരുമാനിക്കുന്നിടത്ത് ഫെമിനിസം നിൽക്കണം, അല്ലെങ്കിൽ ഷഫീന ബീവി തീരുമാനിക്കുന്നിടത്ത് പെൺകുട്ടികൾ ചെയ്യുന്ന ജോലികൾ നിൽക്കണം. അതിനപ്പുറത്തേക്ക് ഷഫീന ബീവി നിശ്ചയിക്കുന്നതിനപ്പുറത്തേക്ക് പെൺകുട്ടികൾ ജോലി ചെയ്യാനോ അതിനപ്പുറത്തേക്ക് പോകാനോ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നൊരു മെന്റാലിറ്റിയാണ് ഷഫീന ബീവി ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. ഷഫീന ബീവി തന്നെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് വണ്ടി ഓടിച്ചത്, സൈക്കിൾ ചവിട്ടിയത്, ചുരിദാറിട്ട്, അതായത് ഇത് മറ്റേ മറിച്ച് ജോലിക്ക് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അവർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഷഫീന ബീവി ഇപ്പോഴും അടിച്ചേൽപ്പിക്കുന്നത്, പുതിയ തലമുറയുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആളുകൾ തീരുമാനിച്ചു ഇത്ര വരെ പെണ്ണുങ്ങൾ പോയാൽ മതി, ഇതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. അന്ന് ഷഫീന ബീവിക്ക് അത് പറ്റിയില്ല, അത് ദഹിക്കാൻ പറ്റില്ലായിരുന്നു. വലിയ റബലൊക്കെ കളിച്ച് കുറച്ചുകൂടെ ഷഫീന ബീവി ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. സോ ഷഫീന ബീവിയുടെ ആഗ്രഹങ്ങളാണ് അൾട്ടിമേറ്റ് പെണ്ണുങ്ങളുടെ ഗോൾ. അതിനപ്പുറത്തേക്ക് പെണ്ണുങ്ങളാരും പോകാൻ പാടില്ല. ഷഫീന ബീവി വരയ്ക്കുന്നതാണ് പെണ്ണുങ്ങളുടെ ജോലിയുടെയും അവർ ചെയ്യുന്ന കാര്യങ്ങളുടെയും അവസാന ലിമിറ്റ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. ഇത് പണ്ടവർ ചെയ്ത കാര്യങ്ങൾ തന്നെ ബീവി കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ഇത്ര ചെയ്തു, ഇത്ര തന്നെ നിങ്ങൾ ചെയ്താൽ മതി, ഇതിനപ്പുറത്തേക്ക് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങളാരും ഇനി പെണ്ണുങ്ങളാരും ഞാൻ ചെയ്തതിനപ്പുറത്തേക്ക് പെണ്ണുങ്ങളാരും ചെയ്യാൻ പാടില്ല, എനിക്ക് അപ്പുറത്തോട്ട് പോയി ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇതാണ് പെണ്ണുങ്ങളുടെ അവസാന ലിമിറ്റ്, പെണ്ണുങ്ങളുടെ ലിമിറ്റ്, ഇത്രയും ചെയ്താൽ മതി എന്ന് വെച്ചാൽ ബീവി ആണല്ലോ കോടതി. ഇന്ത്യയിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കോടതി ഷഫീന ബീവി ആണല്ലോ. അതുകൊണ്ടായിരിക്കും ബീവി അങ്ങനെയൊക്കെ പടച്ചു വിട്ടത്, ചാനലിൽ വന്നിരുന്ന് തള്ളിമറിയുന്നത്. ഒരു വീഡിയോയിൽ ഞാൻ സൈബർ സെല്ലിന് പരാതി അയക്കുന്ന സമയത്ത് ടൈം സ്റ്റാമ്പ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഒരു ഗതികേട് ആലോചിക്കുകയാണ്. ത്രൂ ഔട്ട് സാർ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈം സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡും ടൈം സ്റ്റാമ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിൽ 41ാമത്തെ സെക്കൻഡ് മുതലാണ് ടൈം സ്റ്റാമ്പ് ചെയ്ത് സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ 6 മിനിറ്റ് 46 ആകുന്ന സെക്കൻഡിൽ, അതിന് മുൻപ് തൊട്ടേ ദയയുടെ അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു പിള്ളയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. പക്ഷേ 6 മിനിറ്റ് 46 ആകുന്ന സെക്കൻഡിൽ ഇവർ സംസാരിക്കുന്നത് ദയയോടാണ്. വിവസ്ത്രയായി റോഡിൽ ചെന്ന് നിൽക്കുക, ആണുങ്ങൾ കയറി പിടിക്കട്ടെ, ദയയ്ക്ക് ആണുങ്ങൾ ശരീരത്തിൽ ഞെക്കണം, ഞെവിടണം, നീ ബസ്സിൽ കയറി നിൽക്കൂ, നിന്നെ എല്ലാ ആണുങ്ങളും തടവട്ടെ, നീ കാമപ്രാന്തിയാണ് എന്നൊക്കെയാണ് ഇവർ ദയയോട് പറയുന്നത്. ഒരു പെൺകുട്ടി
അവളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ അവളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ അവൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദയ ഫാഷൻ ഡിസൈനിങ് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചു എന്നാണ്. ഐ എം സോറി ഇഫ് ഐ എം റോങ്, പക്ഷേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായും അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായും ഒക്കെ പുതിയ സ്റ്റൈൽസ്, പുതിയ ഫാഷൻ ട്രെൻഡ്സ് ഒക്കെ പരീക്ഷിക്കുക, പുതിയ ഫാഷൻ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫഷൻ്റെയും കൂടെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അവരവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അവർ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പൊതുസ്ഥലത്ത് അവർ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ബസ്സിൽ കയറി നിൽക്കുമ്പോൾ ആണുങ്ങൾ അവരുടെ ശരീരത്തിൽ പിടിക്കട്ടെ, അവരുടെ ശരീരത്തിൽ ഞെക്കട്ടെ, ഞെരിടട്ടെ, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അതിൽ അവരുടെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം പോലെ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വീട്ടിലെ കാര്യം അത് ഇത് നോക്കി ബസ്സിൽ കയറുമ്പോൾ അവന്മാർ നമ്മൾ കയറി പിടിക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭീകരത അവരനുഭവിക്കുമ്പോൾ മാത്രമേ ഭീകരതയാവുന്നുള്ളൂ. ബാക്കി ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നീ പോയി അനുഭവിക്കടി. കാരണം ഈ പെൺകുട്ടി വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണ് ഇവരെ ബസ്സിൽ ആൾക്കാർ കയറി പിടിക്കുന്നതെന്ന് പറയുന്ന ഒരു നെഗറ്റീവാണ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇവർ ജോലിക്ക് പോയി ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവർ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും. ഷഫീന ബീവി ദയയെ കയറി പബ്ലിക് ന്യൂസൻസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ദയ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ഒരു ഫാഷൻ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ജോലി, മോഡലിംഗ് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുത്തു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു. ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അല്ലാതെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യാനല്ല ദയ വന്നത്. പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ആ മോഡലിംഗ് ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഫോട്ടോ എടുത്തത്. അത് പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാമിൻ്റെ യാതൊരു തരത്തിലുള്ള കണ്ടന്റ് വയലേഷൻസും, കണ്ടന്റ് പോളിസി വയലേഷൻസ്, അവരുടെ പോളിസിയും കണ്ടന്റ് വയലേഷൻസ് ഒന്നും തന്നെ വയലേറ്റ് ചെയ്യാത്ത, കണ്ടന്റ് പോളിസീസ് ഒന്നും വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ദയ ആ സാധനങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിങ് കണ്ടിട്ട് നിങ്ങൾക്ക് റേപ്പ് ചെയ്യാൻ തോന്നി റേപ്പ് ചെയ്തോ എന്ന് പറയുന്ന, റേപ്പിന് ആഹ്വാനം ചെയ്യുന്ന, വയലൻസ് ആഹ്വാനം ചെയ്യുന്ന, അവരെ എന്തും ചെയ്തോളാൻ എന്ന് പബ്ലിക്കായിട്ട് വന്നിരുന്ന് കുറേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇവർ പബ്ലിക് ന്യൂസൻസ് അല്ല. ഈ ഷഫീന ബീവി പബ്ലിക് ന്യൂസൻസ് അല്ല. ആർക്കും ഒരു ശല്യമില്ലാതെ ഒരു കണ്ടന്റ് പോളിസി വയലേഷൻസോ ഒന്നും തന്നെ ചെയ്യാതെ സ്വന്തം പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ദയ പബ്ലിക് ന്യൂസൻസ്. ബീവിയുടെ ലോജിക്ക് എന്തായാലും കൊള്ളാം. അത് മാത്രമല്ല, ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചെങ്കിൽ നിന്നെ ആണുങ്ങൾ കയറി പിടിക്കട്ടെ, നിന്നെ ആണുങ്ങൾ ഞെക്കട്ടെ, ഞെരിടട്ടെ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ റേപ്പിന് ആഹ്വാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീ ഒരു വസ്ത്രം ധരിച്ചു, അവളുടെ ശരീരത്തിൽ നീ അവിടെ പോയി നിൽക്കും, ആണുങ്ങൾ കയറി പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ കയറി പിടിക്കുന്നതിന് വേറെ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? 9:29 ആവുന്ന സമയത്ത് ഇവർ പറയുന്നത്, ഞാനത് ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചത് എനിക്ക് വിശദമായി പരാതി നൽകണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ആ സമയത്ത് ഇവർ പറയുന്നത്, ദയ പറയുന്നത് എൻ്റെ കയ്യിൽ ഇന്ന ശരീരഭാഗങ്ങളുണ്ട്, ഞാൻ റെഡിയാണ് എന്നാണ് ദയ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിനർത്ഥം അവളെ ശാരീരികമായി ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നും ഏതൊരാണ് വന്ന് ശരീരത്തിൽ കയറി പിടിച്ചാലും അത് എൻജോയ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ദയ എന്നുമാണ് ഇവർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവർ ഡൽഹിയിൽ റേപ്പ് ചെയ്തിട്ടുള്ള റേപ്പിസ്റ്റുകൾ ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ആ റേപ്പിസ്റ്റ് പറഞ്ഞാൽ എന്താ അറിയോ, അവൾ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇരുട്ടായതിനു ശേഷം പുറത്തിറങ്ങി നടന്നു. അപ്പോൾ അവൾക്ക് ഇത് ആണുങ്ങൾ അവളെ കയറി പിടിക്കണം, അവളെ നോക്കണം, നമുക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. സെയിം കാര്യമാണ്. അതായത് ഇവർ ഈ സ്ത്രീകളെ മറ്റേ സിഗ്നൽ കൊടുക്കുന്ന ജീവികളായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു സമയം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ, നിങ്ങളൊരു പ്രത്യേക വസ്ത്രം ധരിച്ചാൽ, നിങ്ങളൊരു പ്രത്യേക നോട്ടം നോക്കിയാൽ, ഇവൻ നിങ്ങളൊന്ന് ചിരിച്ചാൽ, നിങ്ങളുടെ കണ്ണൊന്ന് വെട്ടി വേറൊരു പുരുഷനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ അവരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു പെണ്ണ് സിഗ്നൽ തന്നിരിക്കുകയാണ്, ഒരു ആണിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഇവർ അനുഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്ന സമയത്ത് ജോലി സ്ഥലത്തൊക്കെ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഓരോ പുരുഷന്മാരും ഇവർ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള റീസൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്ത്രമാണ് അല്ലെങ്കിൽ ഈ സമയമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതേ പഠിപ്പിക്കൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഷഫീന ബീവിയുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ദയ നാളെ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലൂടെ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ വന്ന് കയറി പിടിച്ചിട്ട് പറയാണ്, നീ അന്ന് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലേ, അപ്പോൾ നിന്നെ കയറി പിടിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ദയ കയറി പിടിക്കുകയാണെങ്കിൽ ആര് സമാധാനം പറയും? അതുപോലെ തന്നെ ഇപ്പം ദയയുടെ കാര്യം പോട്ടെ, നിങ്ങൾ സമൂഹത്തിലൊരു സ്ത്രീയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എക്സ്പോസിങ് ആയിട്ടുള്ളത് തന്നെ അല്ല, സദാ നിങ്ങളുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും കയറി പിടിച്ചിട്ട് പറയുകയാണ്, നീ വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലേ, അത് നീ മറ്റുള്ള ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ വീഡിയോസും ഫോട്ടോസും പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് കയറി പിടിച്ചാൽ ബീവി വന്ന് സമാധാനം പറയോ? ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ വാലിഡേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ, ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്താൽ കയറി പിടിച്ചാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇവന്മാരെയൊക്കെ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ എക്സ്പോസിംഗ് ആയിട്ട് വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുക. ശരിക്കും ദയ എക്സ്പോസിംഗ് ആയിട്ട് വസ്ത്രം ധരിക്കുന്നത് കൊണ്ടല്ല മറ്റുള്ളവരെ കയറി പിടിക്കുന്നത്. ഇങ്ങനെ പോലുള്ള റേപ്പിസ്റ്റ് ചിന്താഗതിയുള്ള ഈ ഷഫീന ബീവിയെ പോലെ റേപ്പിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അത് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്ന് തന്നെ ഇല്ല. ചിലപ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് വരെ കയറി, അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന, റീല് പോസ്റ്റ് ചെയ്യുന്ന, യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വരെ കണ്ടിട്ട് വേണമെങ്കിൽ കയറി വന്ന് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ വന്ന് കയറി പിടിക്കും. അപ്പോഴും ബീവിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ബീവിയൊക്കെ വന്ന് പറയും, അവൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടല്ലേ, ഇവളോട് എന്തിനാ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ കടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ബീവിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം വരും. റേപ്പ് കേസ് പ്രതികളായിട്ടുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവൾ എന്തിന് രാത്രി 6 മണിക്ക് ശേഷം, സൂര്യൻ അസ്തമിച്ച ശേഷം എന്തിനിറങ്ങി നടന്നു, അതുകൊണ്ട് അതിനർത്ഥം അവൾ റേപ്പ് ചെയ്യപ്പെടാൻ അർഹയാണ് എന്ന് പറയുന്ന റേപ്പിസ്റ്റുകളുടെ മെൻറ്റാലിറ്റി തന്നെയാണ് ഷഫീന ബീവിക്ക് ഉള്ളത്. ഇവരും ആ പ്രതികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇവരും അവരെ പോലെ തന്നെ ജയിലിൽ കിടക്കാൻ ഈക്വലി അർഹയാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഷഫീന ബീവി ഇപ്പോൾ ദയയുടെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞിട്ട് അവൾ പീഡനത്തിന് അർഹയാണെന്ന് പറയുന്നു. നാളെ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടോ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ, ഇരുട്ട് വീണതിന് ശേഷം നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാൾ നിങ്ങളെ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ എന്തിന് രാത്രി ഇറങ്ങി നടന്നു, അപ്പോൾ നീ ഇതിന് അർഹയാണ് എന്ന് നിങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ബീവിയെ സപ്പോർട്ട്, ഇവരെ ഈ വിഷം തുപ്പി തള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിങ്ങളെ കയറി ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ എന്തിന് രാത്രി ഇറങ്ങി നടന്നു എന്ന ചോദ്യം നിങ്ങളുടെ നേരെ ഉയരുകയാണെങ്കിൽ
നിങ്ങളപ്പോൾ എങ്ങനെ അതിന് ഉത്തരം കൊടുക്കും? ഏത് രീതിയിൽ അവരോട് പ്രതികരിക്കും? ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ രാത്രി ഇറങ്ങാൻ പാടില്ലായിരുന്നു. ബിവിയെ സപ്പോർട്ട് ചെയ്യുന്ന, എസ്പെഷ്യലി ബിവിയെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരാൾ നിങ്ങളെ കയറി പിടിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നീ രാത്രി ഇറങ്ങി നടന്നതുകൊണ്ടാണ് നിന്നെ ഞാൻ കയറി പിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സമ്മതിച്ചു കൊടുക്കുമോ? ഞാൻ ഇറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണേ എന്ന് നിങ്ങൾ അവരോട് പറയുമോ? ഇല്ലല്ലോ. ബിവിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച ശേഷം, ഇവർ പറയുന്ന വാക്കുകളിലെ ചെയ്യാൻ അപ്രൂവ് ചെയ്ത് വിടുന്ന ഇവർ പറയുന്ന വാക്കുകളെയും ചെയ്യാൻ പറയുന്ന പ്രവൃത്തികളെയും പറ്റി ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ഇതുപോലുള്ള വേഷങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇവർ പറയുന്നത് ദേ ചെയ്യുന്നത് ഫാഷനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ദേ ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ഇന്ത്യയിൽ നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു ജോലി ദയ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇതിനെ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കി കാണേണ്ടത് ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആർക്കും എന്തും വിളിച്ച് പറയാമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇവിടെ പറയുന്നത് പലതും ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ്. ഞാൻ പരാതി വായിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ സംസാരിക്കാം. അതിനുശേഷം അവർ സംസാരിക്കുന്നത് ദയയുടെ അച്ഛനെ കുറിച്ചാണ്. ഇതിനിടയ്ക്ക് ഇവർ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ പരാമർശിക്കുന്നുണ്ട്. ദയയെക്കുറിച്ച് നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ലീഗലി സെപ്പറേറ്റഡ് ആകുന്ന സമയത്ത് ആ പെൺകുട്ടി അതിനെ ഡീൽ ചെയ്തൊരു രീതിയുണ്ട്. വളരെ മാതൃകാപരമായി നമ്മൾ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുമ്പോൾ എല്ലാ മക്കളും അതിനോട് ഒരേപോലെ റിയാക്ട് ചെയ്യാൻ മെന്റലി കേപ്പബിൾ ആയിരിക്കണം എന്നൊന്നുമല്ല. പക്ഷേ ആ പെൺകുട്ടി അതിനെ നേരിട്ട രീതി എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും ലീഗലി പിരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവർ ദയക്ക് ഇപ്പോഴും അച്ഛനും അമ്മയും അല്ല എന്നല്ല. അവർ ആ പേരന്റിംഗ് എന്ന് പറയുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. അവരുടെ ചില നിലപാടുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി വളരെ ബഹുമാനം തോന്നിയിട്ടുള്ള കാര്യമാണ്. അവർ ആ കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ മാരീഡ് ലൈഫ് അവർ എൻഡ് ചെയ്യാൻ തീരുമാനിച്ച മൊമെന്റിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്ട്, അവരുടെ കുട്ടി എന്ന് പറയുന്നത് അവർ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവരുടെ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതോടുകൂടി അത് ആ കുട്ടിയെ മാനസികമായി ബാധിക്കാത്ത രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അച്ഛനെയും അമ്മയുമാണ് എനിക്ക് മഞ്ജു പിള്ളയിലും സുജിത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു റെസ്പെക്ട് അത് ദയയുടെ വീഡിയോസ് ആണെങ്കിലും ഞാൻ സ്ഥിരമായി കാണുന്ന വ്യക്തിയല്ല. പക്ഷേ ഞാൻ ദയയുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്, അവർ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതി, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ പല വീഡിയോസും കണ്ടിട്ടുമുണ്ട്. ആ ഒരു ക്വാളിറ്റി നമുക്ക് ദയയിലും കാണാൻ വേണ്ടി സാധിക്കും. ഇത് മറ്റേ സാധനമാണ്. പഴയ ആൾക്കാർ ഈ പിള്ളേർ ഇഷ്ടമല്ലാത്ത, അതായത് ഇത് കണ്ടു നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ വളർത്തു ദോഷം എന്ന് പറയില്ലേ, ആ സാധനമാണ്. അതിന് മുമ്പ് പണ്ടൊക്കെ ആണെങ്കിൽ ഈ മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര കലിപ്പിലൊന്നും ഗെട്ടി പഴച്ചവളെന്ന് വിളിക്കില്ലേ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അപ്പൻ്റെ അമ്മയുടെ മെക്കിട്ട് കയറിയിട്ട് വളർത്തു ദോഷം എന്ന് പറയാം. വാക്കുകൾ മാത്രം മാറുന്നുള്ളൂ, അതേ ചൊവ, അതേ സംസാരം. ഓക്കെ, ഷഫീന ബീവി പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മക്കൾക്ക് എന്തുമാകാലോ എന്ന്. ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മക്കൾ എന്തുമാത്രം മെന്റലി അവരെ അത് എന്തുമാത്രം അഫക്റ്റ് ചെയ്യും. ഇവരുടെ ഈ സെപ്പറേറ്റ് ആയി മാറുന്നതും വഴക്കുകളും കാര്യങ്ങളും അത് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും മെന്റലി ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ കുട്ടികൾക്ക് നേരിടേണ്ടി വരിക. അങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഈ ഷഫീന ബീവി സംസാരിക്കുന്നത്. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മക്കൾക്ക് എന്തും ആവാലോ, തോന്നിയ പോലെ നടക്കാലോ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവർക്ക് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു മെന്റലി ആരെയൊക്കെ ഈ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു, അത് അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള മാനസികാരോഗ്യത്തിനെ പറ്റിയും മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ മാനസികാരോഗ്യത്തിനെ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും ലെവലേശം ഇവരുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ലെന്ന് ഇവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂവേഴ്സും ഉള്ള ഇവരിങ്ങനെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് റേപ്പിനൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമോ? സ്വന്തം അച്ഛൻ്റെ മുൻപിൽ തുണി ഉരിഞ്ഞു നിൽക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് മകളോട്. അച്ഛൻ കാണട്ടെ മകൾക്ക് എന്തൊക്കെ അവയവങ്ങളാണ് ഉള്ളതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും സ്വന്തം മക്കളെ ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നാൽ പോലും കാമം തോന്നുന്ന അച്ഛന്മാരൊന്നും അല്ല. സ്വന്തം മക്കളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന മാതാപിതാക്കളുള്ള നാട് തന്നെയാണ് നമ്മളുടേത്. പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചതുകൊണ്ട് സ്വന്തം അച്ഛൻ്റെ മുന്നിൽ ചെന്ന് വസ്ത്രം ഉരിഞ്ഞു നിൽക്കൂ എന്ന് നിങ്ങൾ പറയുന്നത് പേരന്റിംഗ് എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് സ്വന്തം മക്കളുടെ നഗ്ന ശരീരം കാണുമ്പോൾ കാമം തോന്നുന്ന അച്ഛനമ്മമാരല്ല ഈ നാട്ടിലുള്ള എല്ലാവരും. ഇതും പഴയ സാധനം തന്നെ. അതായത് മകൾക്ക് വയസ്സ് അറിയിച്ചു കഴിഞ്ഞാൽ, അതായത് മെൻസസ് ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോകരുത്, അച്ഛൻ്റെ കൂടി ഇരിക്കരുത്, അച്ഛനുമായിട്ട് അടുത്ത് ഇടപെടരുത്. അത് അച്ഛൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ അച്ഛന്മാരും പ്രായപൂർത്തിയായിട്ടുള്ള മകളുടെ ശരീരം കാണുമ്പോഴേക്കും കാമം കൊണ്ട് പൊങ്ങി വരുന്ന ജീവികളായിട്ട് അങ്ങനെ കാണില്ല. ഇവർ അതാണ് വീണ്ടും പഠിപ്പിക്കുന്നത്. അതായത് എന്തൊക്കെയാണോ മൺമറഞ്ഞു പോയത് നമ്മൾ അതിനപ്പുറത്തേക്ക് വളരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തല ചളിയിൽ പൂഴ്ത്തി വെക്കാൻ ശ്രമിക്കില്ലേ, അതാണ് ഈ വീഡിയോയിൽ വീണ്ടും സംഭവിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത്ര വളർന്ന് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള കേസുകളല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. അധികം പ്രായം പോലും ആവാത്ത കുട്ടികളെ വരെ കയറി പിടിച്ചിട്ട് അച്ഛന്മാർ കയറി പിടിച്ചു, അല്ലെങ്കിൽ അച്ഛനും അമ്മയോ വരെ കൂട്ട് നിന്നുകൊണ്ട് മറ്റാളുകളെ കൊണ്ട് ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ കുട്ടികൾ നമ്മൾ കേട്ടിട്ടുള്ള ന്യൂസുകളിൽ എവിടെയെങ്കിലും അവരുടെ വസ്ത്രധാരണമായിരുന്നോ അവരുടെ മാതാപിതാക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കൊണ്ടോ അങ്ങനെ ചെയ്യിപ്പിച്ചത് ആ കുട്ടികളുടെ വസ്ത്രധാരണമായിരുന്നോ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് ഈ കുട്ടികളുടെ കുഴപ്പമാണോ അതോ അങ്ങനെ ചിന്തിച്ച അവരുടെ മാനസിക നില തെറ്റിയ അങ്ങനെ ചിന്തിച്ച അവരുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ കുഴപ്പമായിരുന്നോ? ശരിക്കും അതല്ലേ മാറേണ്ടത്. നമ്മൾ കേട്ടിട്ടുള്ള പിതാവ് അല്ലെങ്കിൽ പിതാവും കൂടെ ചേർന്ന് ഇങ്ങനെ ലൈംഗിക അതിക്രമം ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുള്ള അത്ര ഭയാനകമായിട്ടുള്ള ന്യൂസുകളിലൊന്നും തന്നെ ആ കുട്ടികൾ ഇങ്ങനെ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടല്ല അവർക്ക് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ മാനസിക രോഗമുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി അല്ലേ മാറേണ്ടത്. അവർക്കെതിരെയല്ലേ ശരിക്കും വീഡിയോ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഇങ്ങനെ ഈ വസ്ത്രം കണ്ടിട്ട് അവളുടെ അച്ഛന് മുന്നേ പോയി നിൽക്കട്ടെ, അച്ഛന് വരെ കാണിച്ചു കൊടുക്കുക, അച്ഛനും അങ്ങനെ തോന്നട്ടെ എന്നൊക്കെ പറയുന്ന ഇവരുടെ മാനസിക നില എങ്ങനെയാണ്? ഇവർക്ക് വയ്യേ? ഇവർ ശരിക്കും ഇവരെ ഈ ഷഫീന ബീവിയെ പിടിച്ചുകൊണ്ടൊരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പറ്റുമെങ്കിൽ മരുന്ന് കഴിപ്പിക്കുക, അങ്ങനെയെങ്കിലും ഇത് നന്നാവട്ടെ എന്ന്, ഇത് ഒന്ന് റെഡി ആവട്ടെ എന്ന് ഞാൻ
എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. പറ്റുന്നവർ ഇവരെ പിടിച്ച് കെട്ടി ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കുക, ഇവരുടെ മാനസികാവസ്ഥ എന്താണ്, മെൻറ്റാലിറ്റി എന്താണ്, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ച്, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കൊണ്ട് കാണിച്ച് ഉറപ്പ് വരുത്തുക ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. നല്ല മാനസികാവസ്ഥയിലുള്ള ആരും ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന റേപ്പിന് വരെ ആഹ്വാനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ഇവർ പറയുന്നത് ഇവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇവരുടെ വീഡിയോയിലൂടെ നടത്തുന്നത്. ഡേക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ അടിക്കണം, ഡേയെ തെരച്ച് വാലുകൊണ്ട് അടിക്കാനാണ് ഇവർ പറയുന്നത്. ഒരു പബ്ലിക്, എനിക്ക് തോന്നുന്നു മറ്റൊരു മീനിന്റെ വാല് ഭയങ്കര ശക്തിയുള്ള അതായിരിക്കും. എന്ത് തന്നെ ആയാലും സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന ഒരു വ്യക്തി അവർ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ അവരുടെ മാതാപിതാക്കളെയും അവരെയും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ. അതിന്റെ കമന്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് തയ്യാറായി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു നിയമമുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇവിടെ പറയുന്നത്. നിയമമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ദയുടെയും മഞ്ജു പിള്ളിയുടെയും സുജിത്തിന്റെയും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യില്ലായിരുന്നു അവരെ, അതല്ലേ ഇവർ വീഡിയോയിലൂടെയും പറയുന്നത്. അതായത് നിങ്ങൾ പോയി അവരെ ശാരീരികമായി ഉപദ്രവിക്കൂ എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാരോട് പറയുന്നു ശാരീരികമായി പോയി അവളെ റേപ്പ് ചെയ്യാൻ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ബാക്കി ചിലരോട് ശാരീരികമായി പോയി അവളെയും അവളുടെ അച്ഛനമ്മമാരെയും അടിക്കാൻ വേണ്ടി പറയുന്നു. ഇതൊക്കെ നിയമപരമായി തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാതെ വലിയ ആൾ കളിക്കാൻ വേണ്ടി നിന്നതാണെങ്കിൽ അത് നിയമപരമായി തെറ്റാണ്. നമ്മൾ പഴയ സാധനം തന്നെ ഒരു ശരിയ നിയമം, സതി, ഇതൊക്കെ നിലനിന്നിരുന്ന ഏതൊരു കാലത്ത് ഈ പ്രാകൃത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാലത്ത് ഇവിടുന്നാണ്. വരും ഇങ്ങോട്ട്. വെൽക്കം ടു 2026. ഇറ്റ്സ് എ ഗുഡ് ഇയർ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇത്രയും നിയമ സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ബീവി എന്ത് ചെയ്തേനെ? ഇവരിങ്ങനെ വീഡിയോ ഇടാനൊന്നും നിൽക്കില്ല. കുറേ ആളെയും കൂട്ടി വന്നിട്ട് എന്ത് ചെയ്യും? എടാ ഇവളെ കയറി അത് ചെയ്തോ, ഇവളെ കയറി പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു. ഇവരുടെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ തന്നെ വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എണ്ണം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു നിയമ സംവിധാനമോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ അതൊക്കെ തന്നെ ചെയ്തേനെ, ആക്രമണം കാണിച്ചേനെ. ഇവരുടെ മെൻറ്റാലിറ്റി അതാണ്, മൈൻഡ് അത്ര കാടൻ ചിന്താഗതിയാണ് ഈ ഷഫീന ബീവിയുടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലൂടെ കടന്നു വന്നത്. ഇവരെല്ലാം കൂടെ കൂട്ടം കൂടി ഇങ്ങനെ ഇവർ നിശ്ചയിക്കുന്ന ലിമിറ്റിനപ്പുറം, ഇവർ നിശ്ചയിക്കുന്ന പരിധിക്കപ്പുറം, ഇവർ നിശ്ചയിക്കുന്നതിന് അളവിനപ്പുറം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ജോലി ചെയ്യുകയോ വസ്ത്രം ധരിക്കുകയോ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇവർ നിശ്ചയിക്കുന്നതിനപ്പുറം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരും കൂട്ടാളികളും എന്ത് ചെയ്തതിനെ അവരെ ആക്രമിക്കും, അടിക്കും, കൊല്ലും, കയറിപ്പിടിക്കും, പലതും ചെയ്യും. അങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരിങ്ങനെ വന്നിരുന്ന് വീഡിയോയ്ക്കകത്തൂടെ കുണയ്ക്കുന്നു. അല്ലായിരുന്നെങ്കിൽ ഈ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇത്ര ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് കാണുമ്പോഴാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഈ എത്രത്തോളം ക്രീപ്പിയാണ് ആളുകൾ, എത്രത്തോളം മെൻ്റലി എത്രത്തോളം കാടൻ ചിന്താഗതിയുള്ള ആളുകളുടെ ഇടയ്ക്കാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 13ാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നവരെ നടുറോഡിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം, അതിനകത്ത് വരുന്ന ക്രൈം അങ്ങ് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അതായത് തുണിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന ക്രൈം നമ്മുടെ നാട്ടിൽ ചില മനുഷ്യരെങ്കിലും, അതായത് ഇവിടെ നിയമമൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തുണിയില്ലാതെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന ക്രൈം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ക്രൈം ഇവർ അനുഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. തുണിയില്ലാതെ ചെന്ന് അവിടെ ഒരാൾ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അവൾ റേപ്പ് ചെയ്യപ്പെടട്ടെ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ആ ക്രൈം അനുഭവിക്കട്ടെ. റേപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഇത്രയും മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സിനെ, ഒരാളെ ഫിസിക്കലി മെന്റലി അബ്യൂസ് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരാളുടെ മാനസിക ശാരീരിക നിലയെ ഒട്ടും കൺസിഡർ ചെയ്യാതെ നിങ്ങൾ നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നിയമപരമായി തെറ്റാണ്. എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനെ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതിന് നമ്മുടെ സപ്പോർട്ട് ഒന്നും എനിക്ക് ആവശ്യമായിട്ടുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പറയുന്ന ഒരു പബ്ലിക് സപ്പോർട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചാണെങ്കിലും ആയിക്കോട്ടെ, ഫുള്ള് കവർ ചെയ്തോ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഏത് രീതിയിൽ വസ്ത്രം ധരിച്ച് അവൾ നടന്നു കഴിഞ്ഞാലും നോക്കിയിട്ട് അവളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്രീപ്പി മൈൻഡ് സെറ്റുമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവളുടെ കൺസെന്റ് ഇല്ലാതെ അവളെ കയറി പിടിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇവർ ഈ ഷഫീന ബീവി വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സിങ് കാരണം അവൾ അനുഭവിക്കുന്ന ക്രൈം, അവളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവളത് അനുഭവിക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ എല്ലാവരും വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കയറി പിടിച്ചോളാൻ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇവരൊരു സ്ത്രീ തന്നെയല്ലേ, ഇവരും പുറത്തിറങ്ങി നടക്കുന്നതല്ലേ, ഇവരിങ്ങനെ ആഹ്വാനം ചെയ്തിട്ട് ഇവരെ ആരെങ്കിലും കയറി പിടിച്ചാലോ എന്ന് ഇവർ ചിന്തിക്കുന്നില്ലേ? എല്ലാ ന്യൂസ് ലൈംഗിക അതിക്രമ കേസുകൾ പുറത്തു വരുന്നതിനകത്ത് എല്ലാം ആരും ഇങ്ങനെ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടല്ല അവരാരും കയറി പിടിക്കുന്നത്. ഇവർ പറയുന്ന പോലെ തന്നെ എല്ലാം മറച്ചുള്ള രീതിയിലുള്ള ഡ്രസ് ഇട്ട് നടക്കുന്ന ആളുകളെ കയറി പിടിക്കുന്ന കേസുകളാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇവരും പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ അപ്രൂവ് ചെയ്ത് വിട്ടതിൽ ഏതെങ്കിലും ഒരു കാമപ്രാന്തൻ മാനസിക നില തെറ്റി വന്ന് കയറി ഇവരെ പിടിക്കുമെന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതിനുമുള്ള വിവരം ഇവർക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചോദിച്ചു പോവുകയാണ്, എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നങ്ങ് ചോദിച്ചു പോവുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് നീലക്കുയിൽ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ വിളിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അതായത് ഈ അടുത്തും കൂടി എസ്തർ അനിൽ, സാനിയ അയ്യപ്പൻ തുടങ്ങിയ ഒരുപാട് സ്ത്രീകൾ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ടേക്ക് വരികയുണ്ടായി. അതായത് എങ്ങനെ വസ്ത്രം ധരിച്ചാലും ഇനി അതിനകത്തേക്ക് നമ്മൾ പർദ്ദയിട്ട് പോയാൽ പോലും അതിനിടയിൽ കൂടി വേണമെങ്കിലും ഈ പറയുന്ന തരത്തിൽ വൾഗറായിട്ട് ശരീരത്തെ ചിത്രീകരിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ പകർത്തുന്ന, വീഡിയോസ് പകർത്തുന്ന നീലക്കുയിൽ പോലെയുള്ള മാധ്യമങ്ങൾ, അത് അവരുടെ തെറ്റല്ല, അത് ഈ സ്ത്രീകളുടെ തെറ്റാണ്. കാരണം തെറ്റുകളെല്ലാം സ്ത്രീകളുടെയാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് പുരുഷന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീകൾ ആകർഷിക്കാൻ നടക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെയും പ്രശ്നക്കാരെന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. പിന്നീട് ഇവർ പറയുന്നത് പബ്ലിക് ന്യൂസൻസ് എന്നാണ്. ആക്ച്വലി അല്ല പബ്ലിക് ന്യൂസൻസ്. നിയമപരമായി തെറ്റാണെന്ന് അറിയില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് കരുതുന്നത്. റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണെന്ന് പറയുക, കാമപ്രാന്താണെന്ന് പറയുക, അച്ഛനും അമ്മയും തല്ലണമെന്ന് പറയുക, സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ഫിസിക്കലി ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക, ഇതിനെയൊക്കെയാണ് നമ്മൾ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ സ്വൈര്യ സമാധാന ജീവിതത്തിന് ബാധിക്കുന്ന തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ്. അങ്ങനെ നോക്കുമ്പോൾ വേറെ ആർക്കും കുഴപ്പമില്ലാതിരുന്ന ഒരു കാര്യത്തിനെ പൊക്കിക്കൊണ്ട് വന്ന് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയും ബാക്കി സ്ത്രീകളുടെയും ഒക്കെ മനസ്സമാധാനവും അവരുടെ സ്വൈര്യവും ഒക്കെ കെടുത്തുന്ന ആളാരാണെന്നുള്ളത് ഇവരുള്ള ആളുകൾക്ക് മനസ്സിലാവും. ദയ അവളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് ആ
ഫോട്ടോഷൂട്ട് നടത്തിയതും ഫോട്ടോ പോസ്റ്റ് ചെയ്തതും അത് ഒരു രീതിയിലും ഇൻസ്റ്റഗ്രാമിൻ്റെ കണ്ടന്റ് പോളിസികളെ വയലേറ്റ് ചെയ്യുന്നില്ല. അത് വയലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഇതിട്ടപ്പോൾ തന്നെ റിമൂവ് ചെയ്തേനെ, അല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് റിമൂവ് ചെയ്തേനെ. ഇത് ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എടുത്ത ഫോട്ടോയാണ് ഷഫീന ബീവി പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ കാണിച്ച് എന്താണ് ആൾക്കാരെ കൊല്ലാൻ പറയുക, റേപ്പ് ചെയ്യാൻ പറയുക, കയറി പിടിക്കാൻ പറയുക, അത് ചെയ്താൽ കുഴപ്പമില്ല, നിങ്ങൾ കയറി പിടിച്ചാൽ കുഴപ്പമില്ല, അടിച്ചാലും കൊന്നാലും ഒന്നും കുഴപ്പമില്ല, നിങ്ങളത് ചെയ്തോ എന്ന് പബ്ലിക്കായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഇവർ പബ്ലിക് ന്യൂസൻസ് അല്ല. ഇവർ കാരണം എത്ര പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ വീഡിയോ കാണുന്ന കുറച്ച് ബോധം വിവരമുള്ള ഇവരെന്താണ് പറയുന്നതെന്ന് കുറച്ചെങ്കിലും മനസ്സിലാകുന്നത്. ആ ഡ്രസ്സിനെ ഫോക്കസ് ചെയ്യാതെ ഇവർ ഇങ്ങനെയൊക്കെ കയറി പിടിപ്പിച്ചോ കൊന്നോ അടിച്ചോ എന്നൊക്കെ പറയുന്ന ആ പോയിൻ്റൊക്കെ കേട്ടിട്ട് ഇവർ പറയുന്നതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്ന എല്ലാവർക്കും മെൻ്റലി ടോർച്ചറാണ് ഇവർ കൊടുക്കുന്നത്. ദയയുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചു, ദയയുടെ പേരൻസിനെ ബാധിച്ചു. ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ലൈംഗിക അതിക്രമം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവരെ എല്ലാവരെയും മെന്റലി ടോർച്ചറാണ് ഇവർ ചെയ്തത്. ശരിക്കും പബ്ലിക് ന്യൂസൻസ് ഇവരല്ലേ? മറ്റൊരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആരായാലും ശരി, അവരുടെ മക്കൾ അവരെ കൊല്ലുമെന്ന് പറയുകയാണ് ഭാവി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയാണ് അവർക്ക് മക്കളുള്ളതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പറയുന്നത് അവരുടെ മക്കൾ ഈ സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് അവരെ ഫ്യൂച്ചറിൽ കൊല്ലുമെന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഇതിനെക്കുറിച്ചൊക്കെ വല്ല വിവരവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൊച്ചു കുട്ടികൾ അവരുടെ സ്വന്തം അമ്മയെ ഭാവിയിൽ കൊല്ലുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ഫ്യൂച്ചറിൽ കൊലയാളികളായി മാറുമെന്ന് ഇവർ പറയുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവർക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിട്ടൊന്നും അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവർ പറയുന്നത് ദിയയ്ക്ക് മാനസിക രോഗമാണ്, അതുകൊണ്ട് ദിയയുടെ പേരൻസ് ദിയയ്ക്ക് മരുന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത മറ്റൊരു വ്യക്തി അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവർക്ക് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടെന്ന് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത തരത്തിൽ സംസാരിക്കുക, അതിന് മരുന്ന് കൊടുക്കണമെന്ന് സംസാരിക്കുക. എങ്ങനെയാണ് ഇവർക്ക് അതിന് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് പറയുന്നത് ഇതൊക്കെ നിയമപരമായി തെറ്റാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഇവരുമായിട്ടൊരു കോൺവെർസേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിവരെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, നമുക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളാണല്ലോ ടാർഗറ്റ്. അപ്പം വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ തന്നെ എന്തെങ്കിലും രീതിയിൽ പ്രതികരണം വരികയാണെങ്കിൽ തീർച്ചയായും ഞാനും അതിനെ നിയമപരമായി തന്നെ നേരിടും. എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ സ്ത്രീ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത്. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവർ ഈ ഒരൊറ്റ വീഡിയോയിൽ, എനിക്ക് ഇവരുടെ വേറെ ഏതൊക്കെയോ വീഡിയോസിന്റെ ലിങ്ക് അയച്ചു തന്നെ, എൻ്റെ പൊന്നു മക്കളെ, ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ എൻ്റെ പൊന്നു മക്കളെ, എനിക്കതൊന്നും കാണാം. എനിക്ക് ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഇത്രയും കൾച്ചർലെസ് ആയിട്ട് സംസാരിക്കുന്ന, നമ്മുടെ നിയമത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന, യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും കാണിക്കാത്ത ഒരു സ്ത്രീയുടെ മറ്റൊരു വീഡിയോ കൂടി കാണുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. പക്ഷേ ഞാൻ കണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഇവരെ വിളിച്ചിട്ട്, എനിക്ക് ആ പെൺകുട്ടിയോടൊക്കെ ഭയങ്കര സഹതാപം തോന്നിപ്പോയി. ഇവരെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നു. അവർ തിരിച്ച് ഭയങ്കര വർത്തസി, നമുക്ക് ഒരു കാലിയായിട്ടുള്ള കുടത്തിൽ കല്ലിട്ടിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിന് സൗണ്ട് വരരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിലും എന്ന് പറയുന്ന പോലെയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ലോജിക്കില്ലാതെ, സാമാന്യ യുക്തിയില്ലാതെ സംസാരിക്കുന്ന ആളുകൾ ഭയങ്കര ലൗഡായിരിക്കും. നമ്മൾ അവരോട് ഇപ്പോൾ എന്നെയും ഈ പല TV പ്രോഗ്രാമുകളിലൊക്കെ മറ്റേ ചർച്ചയൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിക്കും പാനലിസ്റ്റുകളായിരിക്കും, പിന്നെ മോഡറേറ്ററാണ്. ഇത് രണ്ടും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ കുറേ ഒച്ച ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പോയിരിക്കുകയാണ്. പരസ്പര ബഹുമാനം കുറിച്ച് സംസാരിക്കാൻ പറയില്ല. അങ്ങനെ യാതൊരു സാധ്യതയില്ലാത്ത ഇവരെ വിളിച്ച് ഉപദേശിക്കാൻ പോകാൻ ആ കോൾ അതുപോലെ ഇവരുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ആ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെയാണ് ആ ഓഡിയോ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കേസിന് പോകാവുന്നതാണ്. അത് ആ പെൺകുട്ടിയുടെ ചോയ്സ്, അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം നമ്മൾ പ്രൈവറ്റായി നടത്തിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. രണ്ടുപേരുടെയും സമ്മതം ഇല്ലാതെ അത് പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇവർക്കതില്ല, ഇവരിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ഇവർ പറയുന്ന ഓരോ ആരോപണങ്ങളും ഓരോ ചീത്ത വാക്കുകളും പറയുമ്പോൾ ഇതൊക്കെ ഇവരിന് കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോണ്. കാരണം ഇന്ന ഡ്രസ്സ് ഇടുന്നു എന്ന് പറയുമ്പോഴേക്കും മരുന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പുള്ളിക്കാരി അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നവരാണെന്ന് അതേ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് അപ്പുറത്തും വീട്ടിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുള്ള വേറെ പലരും പറഞ്ഞിട്ടുണ്ടോ ഓക്കെ എന്തോ കുഴപ്പമാണ്, നീ എന്തെങ്കിലും മരുന്ന് കൊടുത്തൊന്ന് ശരിയാക്കാൻ നോക്കട്ടോ എന്ന് ആരെങ്കിലും അന്ന് പറഞ്ഞിട്ടുണ്ടോ. അതേ കാര്യം അവർ ഇന്നും പറയാണ് പുതിയ ജനറേഷനോട്. അവരൊരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. വി അപ്രീഷിയേറ്റ് ഇറ്റ്. ആ തുടക്കങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യങ്ങളുടെ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത്. അന്ന് അവർ അനുഭവിച്ചതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ഇന്ന് കയറി വരാൻ ശ്രമിക്കുന്നവരെ അടിച്ചു താഴ്ത്താനുള്ള ഒരു വടിയായിട്ട്, ഒരു ലൈസൻസ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നിടത്താണ് ഈ വീഡിയോ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിനോട് ഷഫീന ബീവിയുടെ ബന്ധുമിത്രാദികളോ അയൽവാസികളോ നാട്ടുകാരോ ആരെങ്കിലും കുറച്ച് ബോധവും വിവരവും തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആരെങ്കിലുമൊക്കെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ ആളെ കൂട്ടി ഇവരെ ദയവ് ചെയ്തൊരു മാനസിക രോഗ വിദഗ്ധന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഇവരിങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. അത് ഇവർ കബഡി നിരത്തി ഗണിച്ചറിഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ പോയി ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല. ബീവിയുടെ ഈ കാട്ടിക്കൂട്ടലുകളും പ്രവർത്തികളും കണ്ടിട്ട് ഏതെങ്കിലും ഒരു അഭ്യുദയകാംക്ഷി തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആരെങ്കിലും, ഞാൻ ഈ പറഞ്ഞ ബന്ധുമിത്രാദികളിലോ നാട്ടുകാരിലോ അയൽവാസികളിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവരെ പിടിച്ചു കിട്ടി ഒന്ന് ആരെങ്കിലും കൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കുക. ജസ്റ്റ് ഇവർക്ക് എന്താണ് കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. ഒപ്പം തന്നെ ലൈംഗിക അതിക്രമം നേരിട്ട ഒരു പെൺകുട്ടി, ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെ ഇല്ല, പെൺകുട്ടിയുടെ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നിയമപരമായി തെറ്റാണ്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായ റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3.
സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചി വാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്യുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സ് ആയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവന്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കി എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഇതിന് എന്താണ് ഒരു നടപടി എന്നുള്ളത് അതിന്റെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ദയ ഇതിനോട് ലീഗലി മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അറിയണം. എനിക്ക് മെസ്സേജ് അയച്ച ഓരോ വ്യക്തിയോടും, ഇത് കാണുന്ന ഓരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോഴും റിയാക്ട് ചെയ്യണമെന്ന് തോന്നും. ഇത് ലീഗലി റിയാക്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫോമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോമാറ്റിൽ എഴുതി പരാതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആർക്കെങ്കിലും ഫോമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാനത് നൽകുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കഴിയുന്നത്ര ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നൽകുന്നതാണ്. സോ അതാണ് ഇവർ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കവും, പരാതി എങ്ങനെയാണ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് പരാതി കൊടുക്കാൻ താല്പര്യമുള്ളവർ ആരാണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്ത ശേഷം പരാതി കൊടുക്കാൻ തോന്നിയിട്ടുള്ളവർ എല്ലാവരും പരാതി കൊടുക്കുക. മാക്സിമം പരാതി ഫ്ലഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം സൈബർ സെല്ലിൻ്റെ ആളുകളെ ശല്യപ്പെടുത്തുക. എങ്കിൽ മാത്രമേ ഇതിന് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിലും ഇവർക്കെതിരെ, ഷഫീന ബീവിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കട്ടെ. കാരണം ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇനി ഇവരിങ്ങനെ റേപ്പിനെ പ്രൊമോട്ട് ചെയ്യാനോ അവൾ ധരിച്ച വസ്ത്രമോ അവൾ ഇറങ്ങി നടന്ന സമയത്തിനോ ആസ്പദമാക്കി അവളെ കയറി പിടിക്കാനോ ലൈംഗിക അതിക്രമം നടത്താനോ അവളുടെ പേരൻസിനെതിരെ അവൾ ആക്രമണം ആഹ്വാനം ചെയ്യാനോ ആർക്കെതിരെ ആണെങ്കിലും ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതുപോലുള്ള ആക്രമണം അഴിച്ചുവിടാനും അതിനെ അപ്രൂവ് ചെയ്യുന്ന രീതിയിലും ഒരു രീതിയിലും ഇവർ സംസാരിക്കാൻ പാടില്ല. ഇനി അതിനുള്ള ഒരു അവസരം ആരും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. മാക്സിമം ആളുകൾ അത് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.